ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായനാ മാസാചരണം, പി.എൻ. പണിക്കർ അനുസ്മരണം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശിഹാബ് തങ്ങൾ സ്മാരക പവലിയനിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായന മാസാചരണം, പി.എൻ. പണിക്കർ അനുസ്മരണം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശിഹാബ് തങ്ങൾ സ്മാരക പവലിയനിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിസ്മയകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളം സാംസ്കാരിക ലോകത്ത് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു പി.എൻ. പണിക്കർ. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ഈ രണ്ട് വാചകങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ 1947 മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1945 ഗ്രന്ഥശാല പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ പിറവിയെടുക്കുന്നത്. ആ ഗ്രന്ഥശാല പ്രസ്ഥാനം പിറവിയെടുക്കുന്നത് മുതൽ ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അറിവിലൂടെ മാത്രമേ ഒരു നാട് വളർന്നു വരൂ എന്ന് പി.എൻ. പണിക്കർ മനസ്സിൽ കുറിക്കുകയും അറിവ് നേടുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി അതിനാവശ്യമായിട്ടുള്ള വിജ്ഞാന കേന്ദ്രങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായി കണ്ട് തൻ്റെ ജീവിതം അതിനായി സമർപ്പിച്ച മഹാനായ ഒരു മനുഷ്യ സ്നേഹിയാണ് ശ്രീ പി.എൻ. പണിക്കർ എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണയെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വായന മാസാചരണം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ജില്ലാ തലത്തിലുള്ള ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഈ ചെർക്കള സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഈ പുതിയ കാലത്ത് നമുക്കറിയാം, പുസ്തകം ഞങ്ങളിവിടെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് പുസ്തകമാണ് തന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളൂ. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വായനാദിന സന്ദേശം നൽകി. വായനാദിനം ആചരിക്കുകയാണ്. വായനയുടെ പ്രധാനത്തെക്കുറിച്ച് എല്ലാവരും പറയുകയുണ്ടായി. വായന നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറേണ്ട ഒരു ഘടകം തന്നെയാണ് വായന എന്നുള്ളത്. നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് കൂടെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വായന തന്നെയാണ്. നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കാനും പിന്നെ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും വായനാശീല, അല്ലാതെ നമ്മൾ സംസാര ശൈലി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ്, പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മുടെ ഈ റീഡിങ്ങിലൂടെ നമുക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ദിവസം അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വായനാ ദിനവും അതിനോടനുബന്ധിച്ച് വായനാ വാരമൊക്കെ ആഘോഷിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് വായിച്ച് നല്ല കുട്ടികളായിട്ടും നല്ല ഒരു സിറ്റിസണായിട്ടും നമുക്കൊന്ന് മാറാം. നമുക്കെല്ലാവർക്കും അതിനായിട്ട് ഒരുമിച്ച് പ്രയത്നിക്കാം. കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നല്ല ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാനുള്ളൊരു ആർജവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെർക്കള വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പ്രൊഫസർ കെ.പി. ജയരാജൻ പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ സന്തോഷ് പനയാൽ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഹെഡ് മിസ്ട്രസ് C.V. സുബൈദ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസ്ന മനാഫ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം P.V. രാജേഷ്, വാർഡ് മെമ്പർ സാഹിറ മജീദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷുക്കൂർ ചെർക്കളം, PTA പ്രസിഡന്റ് മുനീർ P. ചെർക്കള, SMC വൈസ് ചെയർമാൻ കബീർ ചെർക്കള, മദർ PTA പ്രസിഡന്റ് സെമീറ അബ്ബാസ്, അധ്യാപകൻ സമീർ തെക്കിൽ, P.N. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി C. സുകുമാരൻ, സ്കൂൾ PTA ഭാരവാഹികൾ
PRD ഇൻഫർമേഷൻ ഓഫീസ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥിനി നിത ഫാത്തിമ കവിതാലാപനവും ദിയ റോസ് പുസ്തകാസ്വാദനവും നടത്തി. സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂൾ ലൈബ്രറിക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നൽകിയ പുസ്തകങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം സ്കൂൾ ഹെഡ്മിസ്ട്രസിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, ചെർക്കള.